ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ ശൂനോയ പെരുന്നാളിലേക്ക് സഭാമക്കൾ വ്രതനിഷ്ഠയോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി കടന്നുപോകുന്ന ദിനങ്ങളാണല്ലോ ഇത്. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ പരിശുദ്ധ സഭയുടെ സൗഭാഗ്യവും സഭാമക്കളുടെ വിശ്വാസത്തിന്റെ തൂണുമാകുന്നു. നമ്മുടെ സഭയുടെ ആദിമകാലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കാണുവാനും അനുഭവിച്ചറിയാനും സാധിക്കും. നസ്രത്തിലെ മറിയ എന്ന കന്യകയായ ബാലികയുടെ ദൈവമാതാവ് എന്ന നിലയിലേക്കുള്ള പരിവർത്തനത്തിന്റെ വളർച്ച, ആ വളർച്ചയിലൂടെ പ്രകാശത്തിന്റെ വെളിച്ചം, പ്രകാശത്തിന്റെ വിവിധ തലങ്ങൾ നമുക്ക് ദൈവമാതാവ് നൽകുന്നു. ദൈവമാതാവിന്റെ വെളിച്ചങ്ങൾ അഥവാ അമ്മ സാന്നിധ്യത്തിന്റെ വെളിച്ചങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, വിശ്വാസത്തിൽ സമർപ്പിതമായ വെളിച്ചം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 36-37 വാക്യങ്ങളിൽ ഇപ്രകാരം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. മാനുഷിക ചിന്തകളും ആലോചനകളും ദൈവിക വെളിപാടുകളുടെ വെളിച്ചത്തിൽ സ്വീകരിച്ച് സ്വയം പ്രകാശമായി മാറുന്ന അമ്മ സാന്നിധ്യം. രണ്ടാമതായി, ബന്ധങ്ങളുടെ ആഴത്തിൽ നോവിന്റെ വെളിച്ചമാകുന്ന അമ്മ സാന്നിധ്യം. അമ്മയുടെ ഹൃദയപൂർവമായ സ്വീകരിക്കലുകൾ, ആശ്ലേഷത്തിലൂടെയുള്ള ബന്ധനം, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ആഴത്തിലുള്ള ബന്ധം എല്ലാവരോടും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. മലനാട്ടിലെ പരിഹസിക്കപ്പെട്ട ഒരു കുടുംബത്തെ പ്രത്യാശയിലൂടെ അവർ വളർന്ന് ആ നാട്ടിൽ മഹിമയും സ്ഥാനവും ഉള്ളവരായിട്ട് തീരുന്നു. മൂന്നാമതായിട്ട്, നന്മകൾക്ക് മുഖാന്തരമാകുന്ന അമ്മ സാന്നിധ്യം. ഇതിന് വലിയൊരു ഉദാഹരണം കാനാവിലെ കല്യാണ വിരുന്നാണ്. കുറവുകൾ ഉണ്ടായിരുന്ന ആ ഭവനത്തെ നിറവുള്ളവരാക്കി മാറ്റുന്ന അമ്മ സാന്നിധ്യം. 33 വയസ്സ് പ്രായമുള്ള തന്റെ മകന്റെ കൂടെ പരസ്യ ശുശ്രൂഷയിൽ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അമ്മ മറിയം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 48-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇതാ, ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവപ്രസവത്രി എന്ന പദവിയിലൂടെ 2-ാം സ്വർഗം എന്ന അത്ഭുത പ്രതിഭാസമായതാണ് ദൈവമാതാവ്. ആത്മസമർപ്പണത്തിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും ആ വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകരുവാനായിട്ട് ഈ അമ്മയ്ക്ക് ഇന്നും സാധിക്കുന്നു എന്നുള്ളതാണ്. ആയതിനാൽ ഈ നോമ്പിൽ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസത്തിന്റെ സമർപ്പിത വെളിച്ചവും ബന്ധത്തിന്റെ ആഴങ്ങളുടെ നോവിന്റെ വെളിച്ചവും നിറവുകൾക്ക് മുഖാന്തരമാകുവാൻ, പ്രതിബദ്ധതയുടെ വെളിച്ചമായി തീരുവാൻ ഈ നോയമ്പ് നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.